സമസ്തയിലും മരം മുറി വിവാദം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ മരം മുറിച്ചെന്ന പരാതി. 100ാം വാർഷിക ഉപകാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ പ്രഖ്യാപിച്ച ആക്സസ് പദ്ധതി മേഖലയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. സമസ്തയുടെ ഉസ്താദുമാർ രണ്ടുപേർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് SIC സൗദി ഘടകം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കത്തയച്ചു. ആ കത്തിന്റെ കോപ്പി 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ സമീർ. ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ സമസ്തയിലും മരംമുറി വിവാദം സജീവമാകുകയാണ്. 5.5 ഏക്കർ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയിരിക്കുന്നത്. സംസ്ഥയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 5 ഏക്കർ ഭൂമി വാങ്ങിയത്. അവിടെ ഒരു നിർദ്ദിഷ്ട പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് എന്ന പേരിലാണ് ആ പദ്ധതി. അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് നിന്നാണ് തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉയർന്നിരിക്കുന്നത് അതിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മുറിച്ചു കടത്തി എന്നുള്ളതാണ്. അതിന്റെ 2 ഉസ്താദുമാർക്കാണ് അതിന്റെ ചുമതല നൽകിയിരുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. ആ വേളയിലാണ് അതിന്റെ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റിന്റെയോ ഒപ്പോ അനുമതിയോ കൂടാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ മരം മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഉയർന്നിരിക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പാണ് 24 ലഭിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ വലിയ തുകയുടെ ക്രയവിക്രയം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ 2 ഉസ്താദുമാരും മുഫത്തിഷുമാരായിട്ട് തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേളയിൽ കൂടിയാണ് സംസ്ഥ ഇസ്ലാമിക് സെന്ററിന്റെ സൗദി ഘടകം ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സംസ്ഥയുടെ ഉന്നത നേതാക്കൾക്കാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. വലിയ തുകയുടെ മരങ്ങളാണ് അവിടെ നിന്ന് കടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.